മോർണിംഗ് ആക്ടിവിറ്റി ഓരോരുത്തരായി വന്ന് മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുത്ത് അവരെ വീടിനുള്ളിലെ ഏതെങ്കിലും ഒരു വസ്തുവുമായി ഉപമിക്കുക. എന്തുകൊണ്ടാണ് ആ വസ്തുവിനോട് സാമ്യം തോന്നിയത് എന്ന് പറയുകയും ചെയ്യുക. ബിഗ് ബോസ്. ഞാൻ ആദിലെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്യാസും കുറ്റിയായിട്ടാണ്. അതായത് നമുക്ക് പാചകം ചെയ്യാനൊക്കെ നല്ലതാണത്, പക്ഷെ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എപ്പോഴാണ് അത് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. ആദ്യം തന്നെ എടുക്കുന്നത് ഈ ആടുന്ന ഈ ചെയറിനെയാണ്. അതിന് ഞാൻ ഉപമിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അക്ബറിനെയാണ്. കാരണം ആ വസ്തുവിന് ഒരിക്കലും സ്വന്തമായിട്ട് ആടാനായിട്ടുള്ള കഴിവില്ല. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ വസ്തുവിന് ആടാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ ഓനിയലിനെയാണ് ചൂസ് ചെയ്യുന്നത്. വസ്തുവായിട്ട് കാണുന്നത് ഒരു ബീൻ ബാഗ് ആയിട്ടാണ്. പിന്നെ നമ്മളൊരു ബീൻ ബാഗ് കിടന്ന് ഇങ്ങനെ ഇരിക്കൂലേ, എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കില്ല. ഓനിയിലെ പിടിച്ചും അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും, അത് സെയിം എഫക്റ്റാണ് കിട്ടും. ഒരു കംഫർട്ടാണ്, ഒരു ഭയങ്കര കംഫർട്ടാണ്. ഞാൻ ആയിരിക്കണ തത്തമ്മേനെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് അനീഷ് ഏട്ടനാണ്. കാരണം സാധാരണ തത്തമ്മ 2-3 വട്ടം പഠിച്ചത് ഇങ്ങനെ പറയുന്നല്ലാണ്ട് വേറെ തത്തമ്മയ്ക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ബർജറിന്റെ അംബ്രല്ല ആയിരിക്കും. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുന്നത് ജിസൈലായിട്ടാണ്. അംബ്രല്ലയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് പ്രൊട്ടക്റ്റും റെയിനും പ്രൊട്ടക്റ്റാണ്. അപ്പോൾ എന്ത് വന്നാലും നല്ല രീതിക്ക് എൻ്റെ കൂടെ ഐ തിങ്ക് അപ്സ് ആൻഡ് ഡൗൺസിൽ എപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ട് രീതിക്ക് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ അംബ്രല്ല ജിസൈലായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ഞാൻ കമ്പയർ ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റോർ റൂം ക്യാമറ ആയിട്ടാണ്. സ്റ്റോർ റൂം ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് റെസ്പോൺസ് വരും. ചില സമയത്ത് ഇങ്ങനൊരു നിൽക്കും, എന്ത് ചോദിച്ചാലും വേണ്ടില്ല. അനീഷാണത്. ഇടയ്ക്ക് മാത്രം ആൾക്ക് തോന്നുമ്പോൾ മാത്രമേ റെസ്പോൺസ് ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ എത്ര കാണിച്ചാലും ഒന്ന് പറയുമെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് മൂഡില്ല, ഞാൻ പിന്നെ സംസാരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിപ്പ്. സോ സ്റ്റോർ റൂം ക്യാമറ. നെവിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. വാഷിംഗ് മെഷീൻ ഒത്തിരി ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, തുണി അലക്കാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതിന് പ്ലഗില്ല, നമുക്കിതൊരു ഉപയോഗിക്കാനും പറ്റില്ല. ഒരു ആവശ്യം വരുമ്പം അവനൊരുപാട് കഴിവുണ്ടെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. ഞാൻ പറയാൻ പോകുന്നത് അക്ബറിനെയാണ്. ഈ വീട്ടിലെ കത്തിയായിട്ടാണ് ഞാൻ ഉപമിക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ കത്തി വെച്ചിട്ട് നമുക്ക് ഏത് നോൺ വെജ് എടുക്കാം, ഏത് ഇറച്ചി മുറിക്കാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഏത് ഇമോഷണൽ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെന്നൊന്നും നോക്കാതെ എപ്പോഴും ഈ മുറിയാണ് അറിവ്. ഈ ഒരു കത്തിയാണ് സംഭവം. വാക്കുകൾ മുറിച്ചുണ്ടെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കരുത്. ശുദ്ധ പൊട്ടത്തരാണ് പറയുന്നത്. ഈ ഹൗസിനുള്ളിൽ ഒരുപാട് സേഫ്റ്റി പിന്നുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സേഫ്റ്റി പിന്നായിട്ട് ഞാൻ ഉപമിക്കുന്നത് ആദിലേനെയാണ്. കാരണം യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരമുള്ള ഒരു ഒബ്ജക്റ്റാണ് സേഫ്റ്റി പിൻ എന്ന് തോന്നും. പക്ഷേ ആ സാധനം തന്നെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്തം പൊടിയും. ഇനി എന്നെ വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടെ. താങ്ക് യു. നമ്മളൊന്നുകൂടെ ജയിലിൽ പോകണം. ബിഗ് ബോസ് സീസൺ 7 7 പണി 24/7 ജിയോ ഹോട്ട്സ്റ്റാറിൽ.